ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരും ചോദിക്കുന്ന ചോദ്യം, എൻ്റെ അസുഖം മാറിയോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, ചെക്കപ്പിന് പോയോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ 6-8 മാസം കഴിഞ്ഞു കേട്ടോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തം കഴിഞ്ഞിട്ട്. അപ്പോൾ ചെക്കപ്പ് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ഡോക്ടർ ഒരു 3 മാസം ഇടവിട്ട് 3 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഈ റേഡിയേഷനും കീമോയും കഴിഞ്ഞതിന് ശേഷം 3 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു 3 മാസം കൂടി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഇനി 6 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ മാമോഗ്രാം ഒന്നുകൂടി എടുത്തു. ബ്ലഡ് എല്ലാം സാധാരണ ചെക്കപ്പ് സാധാരണ ചെയ്യും പോലെ തന്നെ എല്ലാം ചെയ്തു. എല്ലാ ചെക്കപ്പും ചെയ്തു, ECG ഉൾപ്പെടെ എക്സ്റേ CT ഒക്കെ കൂടിയിട്ട് എല്ലാം ചെയ്തു. മാമോഗ്രാമാണ് മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ അതുണ്ടോ ഒന്നുകൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ടുണ്ടോ, സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, അടുത്തേൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 1 വർഷത്തിലൊരിക്കൽ എങ്ങനെയായാലും ചെക്കപ്പ് ചെയ്യണം, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ എനിക്ക് മരുന്നൊന്നും തന്നില്ല. കുറച്ച് നാൾ വൈറ്റമിൻ്റെ ഗുളിക സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു, അത് നിർത്തിയിട്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷേ ഞാൻ മീൻ കഴിക്കലും ഇറച്ചി കഴിക്കലൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പം omega-3 മീൻ ഗുളിക അത് ഞാൻ കഴിക്കുന്നുണ്ട്. അത് കഴിക്കണത് നല്ലതാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര, എനിക്കാണെങ്കിൽ ഈ പകലൊക്കെ ഉറക്കം തൂങ്ങുന്ന ഒരു ഇതുണ്ട്. ഉറങ്ങുക, പകൽ ചുമ്മാ ഇരുന്ന് ഉറക്കം വരുന്നേ, എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം തൂങ്ങും പകൽ. എന്നാൽ പിള്ളേരുള്ള സമയത്തൊന്നും അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല മെയിനായിട്ടും. പക്ഷെ എന്നാലും ഉറക്കം തൂങ്ങും. അപ്പോൾ ഈ omega-3 ഗുളിക, മീൻ ഗുളിക കഴിക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ എനർജി ലെവൽ ഉണ്ടാവും. അതൊരു നല്ല സപ്ലിമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം ആ ഗുളിക മാത്രമാണ് കഴിക്കണുള്ളൂ. അത് ശരിക്കും പറഞ്ഞ് 280 350 അങ്ങനെ ആ റേഞ്ചിലാണ് വന്നത്. അതങ്ങാണ്ട് 80 ഗുളിക 90 ഗുളിക അങ്ങനെ എന്തോ കുറേ ഗുളികകളുണ്ട്. അപ്പോൾ ഒരു 2-3 മാസത്തേക്ക് അത് കഴിക്കണ്ട. ഞാനത് ഒരെണ്ണം വെച്ചിട്ടാണ് കഴിക്കണുള്ളൂ സത്യത്തിൽ. അത് മാത്രമാണ് ഇപ്പോൾ കഴിക്കണുള്ളൂ. അത് ഉറക്കം തൂങ്ങിയിട്ടാട്ടോ. അത് ഒരാഴ്ച കറക്റ്റ് അറിയാൻ പറ്റും, എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം ഞാൻ കഴിച്ചില്ല എന്ന് വിചാരിച്ചു ആ ഗുളിക. എനിക്ക് പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും, പിന്നെ ഭയങ്കര ഉറക്കം തൂങ്ങലും, ഒന്നിനും എനിക്ക് വയ്യ. അപ്പം ഞാൻ ആ ഗുളിക എടുത്തു തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് omega-3 ഗുളിക മാത്രമാണ് ഞാൻ കഴിക്കണുള്ളൂ. വേറെ ഗുളികളൊന്നും ഞാൻ കഴിക്കണില്ല. അസുഖത്തിൻ്റെ ക്യാൻസർ ബന്ധപ്പെട്ടുള്ള അസുഖത്തിനുള്ള ഗുളികളൊന്നും കഴിക്കണില്ല. അപ്പം ഇത്രയുള്ളൂ പറയാൻ. പിന്നെ ചെക്കപ്പും കാര്യങ്ങളും അത് വർഷത്തിലൊരിക്കലാണ് ക്യാൻസർ രോഗം വന്ന ആൾക്കാർക്ക് ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. നോക്കി. താങ്ക് യു.